بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا صدق الله العظيم. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് ഇവിടെ ഇപ്പോൾ അരങ്ങേറിയത്. ഇതിനുശേഷം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് സനദ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നടക്കേണ്ടത്. ഇവിടെ അവരോടും എന്നോടും എല്ലാ സഹോദരീ സഹോദരന്മാരോടും ആ സനദിനെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ പറയുകയാണ്. സനദ് സാധാരണ നിങ്ങൾ ഡോക്ടറായി, എഞ്ചിനീയറായി, നിങ്ങൾ ഇന്ന പഠനം പൂർത്തിയായി എന്ന അർത്ഥത്തിലാണ് കൊടുക്കാറുള്ളതെങ്കിൽ ഇസ്ലാമിക പാഠശാലയിൽ പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപന മേഖലയിൽ സനദ് നൽകപ്പെടുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ പൊന്നുമകൾ ഒരു വലിയ ഘട്ടം പൂർത്തിയാക്കി ഇനി കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഉയരുകയും മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. അതിനോടൊപ്പം ഈ കുട്ടികളുടെ മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ, ഈ അനുഗ്രഹീത പരിപാടികളിൽ പങ്കെടുക്കുന്നവരോടും നിങ്ങൾ ഈ കുട്ടികളെ കണ്ട് പാഠം പഠിച്ച് നിങ്ങളും ഇവരുടെ മുന്നിൽ അല്ലെങ്കിൽ പിന്നിൽ നടക്കാൻ സന്നദ്ധരാകണം എന്ന ആഹ്വാനം ചെയ്യലും ഈ സനദിൽ അടങ്ങിയിട്ടുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ മനനം ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഖുർആൻ മനനം ചെയ്യുന്നത് സുന്നത്താണെങ്കിൽ അതിനെ മറക്കുന്നത് നിഷിദ്ധമാണ്. അതായത് ആ മനനം ചെയ്ത ഭാഗം അതിൻ്റെ മനനം നിലനിർത്തുക എന്നത് ഫർളാണ്, നിർബന്ധമാണ്. ഇത് മനനത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ ആരെങ്കിലും പഠിച്ചു, അതിനെ മറക്കുന്നത് നിഷിദ്ധമാണ്. അതിനെ മറക്കാതിരിക്കാൻ പരിശ്രമിക്കേണ്ടത് അവരുടെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യാൻ തയ്യാറാകണം, സന്നദ്ധമാകണം. അതിനുവേണ്ടി നമ്മൾ ഖുർആൻ അധികമായി കേൾക്കുന്നവരുമാകണം. അതിനോടൊപ്പം ഈ ഒരു കാര്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ പടി പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കലാണ്. ഖുർആനിക ആശയങ്ങൾ അത് പണ്ഡിതന്മാരിൽ നിന്നും വാമൊഴിയായും ആധികാരികമായ രചനകളിൽ നിന്നും വരമൊഴിയായും നമ്മൾ പഠിക്കണം. വിനീതൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പരിപാടിയെപ്പറ്റി അറിഞ്ഞൊരു സഹോദരൻ പരിശുദ്ധ ഖുർആനിൻ്റെ 5 വിശദീകരണങ്ങൾ, തഫ്സീറുകൾ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. സനദിനോടുകൂടി അതും നിങ്ങൾക്ക് നൽകപ്പെടണമെന്ന് ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് നൽകുന്നത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ ആരംഭിക്കണം. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം അൽഹംദുലില്ലാഹ് ഒരുക്കിയിട്ടുണ്ട്. ഹിഫ്ള് കൂടാതെ തർബിയത്തിൻ്റെ കോഴ്സ്, വിവാഹിതർക്ക്, മുതിർന്നവർക്കുള്ള കോഴ്സെല്ലാമുണ്ട്.
അതിൽ ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ ആശയം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതിനുശേഷം മൂന്നാമത്തെ ഘട്ടം പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തലാണ്. ഖുർആൻ അറിയിക്കുന്ന ഒരു വ്യക്തിത്വമായി നാം എല്ലാവരും വളരണം. ഈ മഹത്തായ മദ്രസയുടെ പേര് മദ്രസ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്ര പത്നി. അതിനോടുകൂടി പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹദീരത്നം. പരിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും മധുരമാണ്, മനോഹരമാണ്. എന്നാൽ അതിൽ ചില ആയത്തുകൾ അതിമനോഹരമാണ്. അതിലൊന്നാണ് സൂറത്തുൽ അഹ്സാബ് 35-ാമത്തെ ആയത്ത്. ഈ ആയത്തിൻ്റെ അവതരണം മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണുള്ളത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയും ധാരാളം മഹൽ ഗുണങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി പൊതുവിൽ പുല്ലിംഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇങ്ങനെ പുല്ലിംഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുല്ലിംഗമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും അതിൽ ഞങ്ങൾ സ്ത്രീകളും പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാലും എളിയവരായ ഞങ്ങൾക്കൊരാഗ്രഹം, സ്ത്രീലിംഗം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൊരു വചനം ഇറക്കിയാൽ കൊള്ളാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നു. മറുഭാഗത്ത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നു. പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. എത്ര മനോഹരമായ വചനമാണ്! അർത്ഥം ശ്രദ്ധിക്കും. തീർച്ചയായും പടച്ചവന് വേണ്ടി സർവ്വതും സമർപ്പിച്ച പുരുഷന്മാരും സ്ത്രീകളും, സത്യവിശ്വാസന്മാരോട് അണച്ചു പിടിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അനുസരണയുള്ളവരായ പുരുഷന്മാരും സ്ത്രീകളും, സത്യസന്ധരായ പുരുഷന്മാരും സ്ത്രീകളും, എല്ലാത്തിനും സ്ത്രീകൾ എടുത്തു പറയുന്നു. സഹനതയിൽ ഉറച്ചു നിൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വിനയാന്യതരായ പുരുഷന്മാരും സ്ത്രീകളും, അധികമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, നോമ്പിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, ഗുഹ്യ ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അള്ളാഹുവിനെ ധാരാളമായി ധ്യാനിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അള്ളാഹു അവർക്ക് വമ്പിച്ച പാപമോചനവും സമുന്നതമായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവതരിപ്പിച്ച വചനമാണ്. ഈ വചനം കേട്ടാൽ തന്നെ അറിയാം അള്ളാഹുവിന് അവരുടെ ചോദ്യം, ആഗ്രഹം ഇഷ്ടപ്പെട്ടു എന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് മഹദി രത്നങ്ങളായ സഹാബി വനിതകളുടെ, പ്രത്യേകിച്ചും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു കുടുംബത്തിൻ്റെ ഉന്നതമായ ഗുണങ്ങളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം.
ഇതെല്ലാം ഉണ്ടാകാനുള്ള വഴി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു മദ്രസ ഉമ്മുസലമയെ കൊണ്ടുപോകലാണ്. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ മക്കൾക്ക് അള്ളാഹു ദീർഘകാലം ജീവിക്കാൻ ഉദവി നൽകുമാറാകട്ടെ. നല്ല ഇളകളെ അള്ളാഹു നൽകുമാറാകട്ടെ. ഒരു മകൾ അടുത്ത് നിക്കാഹ് നടന്നതായി അറിയാൻ സാധിച്ചു. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്താണ് മദ്രസയുടെ ലക്ഷ്യം? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ നാടുകളിലേക്ക്, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഉമ്മുസലമ മദ്രസയെ കൊണ്ടുപോകലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെറിയൊരു സൗകര്യം ചെയ്ത് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ഈ പറയപ്പെട്ട ഖുർആനിനെ ബഹുമാനിക്കണം, ഓതണം, മനനം ചെയ്യണം, കേൾക്കണം, പഠിക്കണം, പകർത്തണം എന്ന ലക്ഷ്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ വിവാഹം കഴിഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിലെത്തി, അവിടെയും നിങ്ങൾ ചെറിയ നിലയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം ആരംഭിക്കുന്നു. ഉമ്മുസലമ എന്ന മദ്രസ ആരംഭിക്കുന്നു. അതിനും ഈ മഹദി രത്നങ്ങൾ പ്രധാനപ്പെട്ട തെളിവാണ്. ഇവരുടെ അനുഗ്രഹീത ജീവിതത്തിൽ ഒന്നാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ ഹജ്ജ് നിർവഹിച്ചു. രണ്ടാമതായി പ്രവാചക വിയോഗത്തിന് ശേഷം ഏതാണ്ട് മിക്ക വർഷങ്ങളിലും ഇവർ ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി. ഹിജ്റ 63 ഉമ്മുസലമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അവസാനമായി ഈ ലോകത്തു നിന്നും പ്രവാചക പത്നിമാരിൽ യാത്രയാകുന്നത്. മിക്ക വർഷങ്ങളിലും അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. എന്താണ് അവരുടെ ഹജ്ജ്? മദ്രസയായ ഹജ്ജാണ്. അവരുടെ കൂട്ടത്തിൽ 2 പേർ മത്സരിക്കുമായിരുന്നു. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, 2 ഉമ്മുസലമ റളിയല്ലാഹു അൻഹ. അവരുടെ കൂട്ടത്തിൽ സ്ത്രീജനങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അവർക്ക് ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. ദിക്റിലും ദുആയിലുമായി കഴിയുമായിരുന്നു. ഇബാദത്തുകളിൽ പരിശീലനം നൽകുമായിരുന്നു. അതുകൊണ്ട് ഇതാണ് എന്നോട് നിങ്ങളോടും എല്ലാവരോടുമുള്ള ഈ സമയത്തുള്ള അഭ്യർത്ഥന. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാന ആയത്തുകളാണ് ഈ മക്കൾ ഓതിയത്. ഒരു കാര്യം കൂടി പറയുകയാണ്. ഇവർ ഈ അവസാനം ഓതിയ ആയത്തിൻ്റെ ആശയം അറിയാമോ? വെടിയുണ്ടയാണവർ നമ്മുടെ മുമ്പിലേക്ക് ഉതിർത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഉസ്താദ് മൗലാന അർഷദ് മദനി അവർകൾ പറയുമായിരുന്നു, ഈ ആയത്തിനോടൊപ്പം പടച്ചവൻ്റെ കാരുണ്യം അറിയിക്കുന്ന ഏതെങ്കിലും ആയത്ത് കൂടി നിങ്ങൾ ഓതണം. അള്ളാഹു നരകത്തിലേക്ക് നരകവാസികളെ തള്ളിയിടും. അവർ നിലവിളിക്കുന്ന സമയത്ത് പറയും, ذَلِكَ بِأَنَّكُمُ اتَّخَذْتُمْ آيَاتِ اللَّهِ هُزُوًا. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നിങ്ങൾ പരിഹാസ്യമായി കണ്ടതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വന്നിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം സഹാബികളെ അവരെ ചെളിക്കുണ്ടിൽ നിന്നും ഉന്നതമായ മേഖലയിലേക്ക് ഉയർത്തിയ വചനം. ബഹുമാനപ്പെട്ട ആബിദ് ഉസ്താദിൻ്റെ പ്രഭാഷണം അള്ളാഹു എനിക്ക് പുറത്തേറുമാറാകട്ടെ. രാത്രി 3 മണിക്കാണ് ഞാൻ ലക്നൌവിൽ നിന്ന് വന്നത്. ആരംഭത്തിൽ ക്ഷീണിച്ചുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഹദി രത്നങ്ങളുടെ പേര് ഉസ്താദ് പറയാൻ തുടങ്ങി. എൻ്റെ ഉറക്കം മാറി. ഇസ്ലാമിക ചരിത്രത്തിൽ പുരുഷന്മാരോടൊപ്പം എന്നല്ല, പലപ്പോഴും അവരെ മുൻകടന്ന ഒരു പാരമ്പര്യമാണ് മഹദി രത്നങ്ങൾക്കുള്ളത്. അവരെ എല്ലാം ഉയർത്തിയ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ അവഗണിച്ച കാരണത്താൽ, അതിന് നിങ്ങൾ തള്ളിക്കളഞ്ഞ കാരണത്താൽ നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് ഇടുകയാണെന്ന് അല്ലാഹു പറയും. പ്രത്യേകിച്ച് സമുദായം ഇത്തരം സ്ഥാപനങ്ങളുടെ മഹത്വം മനസ്സിലാക്കണം. പഴയ കാലഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങളിൽ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അതുപോലെ അധ്യാപന രീതികളും കുറവായിരുന്നു. ഞാനിതിൽ ശ്രദ്ധിക്കുന്നു. ഇവിടെ സ്കൂൾ, മദ്രസ, 4ാം ക്ലാസ് സ്കൂൾ വിദ്യാഭ്യാസം, SSLC വിദ്യാഭ്യാസം, നിങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് ഭൗതികമായി പഠിക്കാമോ അത് പഠിക്കാനുള്ള അവസരങ്ങൾ വലിയ ത്യാഗം ചെയ്ത് ഈ മദ്രസകൾ ഇപ്പോൾ തുറന്നു തന്നിരിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥകളെല്ലാം അറിയാം, ആൺകുട്ടികളുടെ അവസ്ഥകളും അറിയാം. ഇന്നത്തെ സ്കൂളുകളുടെ അപകടകരമായ അവസ്ഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. സമുദായം എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ മക്കളെയും മദ്രസകളുമായി ബന്ധിപ്പിക്കണം. അവരെ ആൺകുട്ടികളെ ആണുങ്ങളായ ഉസ്താദന്മാരെ ഏൽപ്പിക്കണം. പെൺകുട്ടികളെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കണം. എത്ര വലിയ സൗകര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറയുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇവിടെ ആളുകൾ മത്സരമാണ് ഈ മക്കളുടെ ബാധ്യത ഏറ്റെടുക്കുന്നതിന് വേണ്ടി. അവരുടെ നിർദ്ദേശമാണ് ഇവർക്ക് വേണ്ട മുഴുവൻ ചെലവുകളും, ഇവർക്ക് ആവശ്യമാകുന്ന വസ്ത്രകാര്യങ്ങളും
എല്ലാം ഞങ്ങൾ സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്നു. സമുദായം ഇത്ര വലിയ സൗകര്യമാണ് മദ്രസകൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ മക്കളെയും മദ്രസയുമായി ബന്ധിപ്പിക്കാതിരിക്കുന്നത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ സരസ്വര മുഴുവൻ സഹോദരീ സഹോദരന്മാരും നമ്മുടെ മക്കളെന്നാൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ പ്രായപൂർത്തിയാകാത്ത മുഴുവൻ മക്കളും നമ്മുടെ മക്കളാണ്, മുഴുവനും നമ്മുടെ സന്താനങ്ങളാണ്. നമ്മുടെ അയൽവാസികളെ, കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നമ്മൾ ബന്ധപ്പെടുന്നവരെല്ലാം സ്നേഹത്തോടെ തലോടി അവരെ മദ്രസകളിൽ കൊണ്ടുവന്നാക്കണം. അവരെ നമ്മൾ മദ്രസകളിൽ നിലനിർത്താൻ പരിശ്രമിക്കണം. ഇവിടെ പറഞ്ഞ വാചകം ഓർക്കണം. സൂറത്തുൽ ഫാത്തിഹ തെറ്റായി ഓതിയിരുന്ന നമ്മുടെ മക്കൾ പരിശുദ്ധ ഖുർആനിൻ്റെ അവസാന ആയത്തുകൾ മധുരമായിട്ടാണ് ഓതിയത്. ഞാനിവരുടെ ഓരോന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ശക്തമായ നിലയിലാണ്, വ്യക്തമായ നിലയിലാണ് പാരായണം ചെയ്തത്. പ്രത്യേകിച്ച് നെടുങ്കണ്ടത്തെ ഒരു മകൾ, ഇവിടെ മിടുക്കിയായിട്ട് വന്ന മകളുടെ ഓരോ ആയത്തും ഇടിക്കുന്ന ശബ്ദത്തിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദാലിക ബി അന്നകും തഖറതും ആയാത്തില്ലാഹി, പടച്ചവൻ്റെ വചനങ്ങളെ എല്ലാ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ആ പാവപ്പെട്ട പെൺകുട്ടി അതിൻ്റെ അർത്ഥമറിയില്ലെങ്കിലും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ആ ഒരു സൗകര്യത്തിൻ്റെ പേരിൽ വളരെ ശക്തമായിട്ടാണ് പാരായണം ചെയ്തത്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. ഇതിനുവേണ്ടി മധുരമായ ഒരു ആയത്തും കൂടി ഓതിക്കൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമു സ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയഹ യർജൂന തിജാറതൻ ലൻ തബൂർ. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവും പ്രബോധനവും ജീവനത്തിൻ്റെ സബരിയായി സ്വീകരിക്കുകയും വഅഖാമുസ്സലാഹ്, നമസ്കാരം പോലെ പടച്ചവനോടുള്ള കടമകൾ ശരിയായി അനുഷ്ഠിക്കുകയും വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയഹ, പടച്ചവൻ നൽകിയ സമ്പത്തിനും ശേഷികളും രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യുകയും ചെയ്യുന്നവർ യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം ഉണ്ടാകാത്ത കച്ചവടത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട അബ്ദുസമദ് സാഹിബെ, താങ്കൾ വളരെ നല്ല കച്ചവടത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്, നഷ്ടമില്ലാത്ത കച്ചവടം. അള്ളാഹു മർഹൂമായ ഇണയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖബറിൽ എല്ലാവിധ സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വളരെ ലാഭകരമായ കച്ചവടമാണ് അവർ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സക്കരിയ മൗലവി, അബ്ദുള്ള ഉസ്താദ്, അവരുടെ ഇണകൾ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, സേവന സഹായങ്ങൾ ചെയ്യുന്നവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി ഓരോ പൈസ നൽകുന്നവർ, ഇതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നവർ, പ്രത്യേകിച്ചും ഇതിനോട് സ്നേഹം കാണിക്കുന്ന അയൽവാസികൾ, അടുത്ത ബന്ധുക്കൾ, മിത്രങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു കട ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദി കച്ചവടം, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ പഠന പ്രബോധന കേന്ദ്രം, നമസ്കാരത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും കേന്ദ്രം. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ജീവനത്തെ കൂടുതൽ നന്മയുള്ളതാക്കി അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ വാഹകരായി അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നാം എല്ലാവരും ചെയ്യൻ. തഹജ്ജുദ് നമസ്കാരത്തിൽ സുജൂദിൽ ചെയ്യേണ്ട ദുആ എന്നാണ് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവേ, നിൻ്റെ അനുഗ്രഹീത നാമങ്ങൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മഹോന്നതമായ ഖുർആനിനെ ഞങ്ങളുടെ മനസ്സിൻ്റെ വസന്തമാക്കണമേ, കണ്ണിൻ്റെ വെളിച്ചമാക്കണമേ, ദുഃഖത്തിൻ്റെ ദൂരീകരണമാക്കണമേ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം, പരിശുദ്ധ ഖുർആനിൻ്റെ വാഹകൻ സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് സലാമുകൾ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.